ഹലോ ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് കാണിച്ചിരുന്നത് അനന്യയും അവളുടെ ഭർത്താവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് ജലജയും ഗോവിന്ദും കൂടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടത്തേക്ക് ആദർശും നയനയും വരികയാണ് ചെയ്യുന്നത്. ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്, നീ ഒരാഴ്ചത്തേക്ക് നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ പോയി നിന്നോന്ന്. അപ്പോൾ ദേവയാനി പറയുന്നതാണ്, പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ എൻ്റെ ഭാര്യയെ കാണാനായിട്ട് നീ ഉറക്കമില്ലാതെ നടക്കുകയൊന്നും ചെയ്യരുത്, അതെനിക്ക് വലിയ സങ്കടമാണെന്നൊക്കെ. പിന്നെ ജലജയല്ല ദേവയാനി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഈശ്വര അവളിനി പോവുകയൊന്നും ചെയ്യല്ലേ എന്ന്. അപ്പോൾ ആദർശ് പറയില്ല, അമ്മേ അവൾ അങ്ങനെയൊന്നുമല്ല, അവൾ അങ്ങ് പോയി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയൊക്കെ ചെയ്യും. പക്ഷെ അതിനോട് ദേവയാനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞു അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടേക്കിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും അവരിന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് മിക്കവാറും നവ്യക്ക് കൊടുക്കാനുള്ള പണിയൊക്കെ ആയിരിക്കുന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ദേവയാനിയുടെ സാരിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ജലജയും അഭിയുടെ അമ്മയും കൂടെ വരുവാണ്. എൻ്റെ സാരി എങ്ങനെയുണ്ട് കാണാൻ എന്ന് ജാനകിയോട് ദേവയാനി പറയുന്ന സമയത്ത് ജാനകി പറയുകയാണ്, ഇപ്പോൾ സാരിയല്ല നമ്മുടെ പ്രശ്നം, അമ്മ പറഞ്ഞത് കേട്ടില്ലേ, നയനയുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവൻ അറിയൂ, ആഗ്രഹം എനിക്കുമുണ്ടെന്ന്, ഞാനിനി എൻ്റെ വഴിക്ക് ഞാനിനി ആരെയും ഉപദ്രവിക്കാറൊന്നും നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് അത് കഴിഞ്ഞ് അവർ നേരെ റൂമിലേക്ക് പോയ സമയത്ത് അഭി ചൊറിയുന്നതാണ് കാണുന്നത്. പിന്നെ അവരുടെ ചൊറിച്ചിലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ സംസാരം നവ്യ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് അവളെ പരിപാടി മുടക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ പ്രോഗ്രാമാണെന്നും ഇതിന് മുന്നേ പാലിൽ വിഷം ചേർത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ പിറകിൽ അനാമികയും അവളുടെ അമ്മയാണെന്നും നവ്യ അറിഞ്ഞ ശേഷം ഇത് ചോദിക്കാൻ വേണ്ടി നവ്യ അനാമികയുടെ അടുത്തേക്ക് പോവുകയാണ് കാണുന്നത്. എടിയെന്ന് വിളിച്ചുകൊണ്ട് അവരെ പുതിരെ തള്ളിക്കൊണ്ട്, ഇന്നത്തെ പ്രോഗ്രാം കലക്കാൻ വേണ്ടി നീയും നിൻ്റെ അമ്മയും എൻ്റെ അമ്മായിമ്മയും കൂടി ചെയ്ത പ്രോഗ്രാമല്ലേ ഇതൊക്കെ എന്നൊക്കെ പറയും. നീ ഇവിടെ മതിയാരിക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. പിന്നെ പഴയ പാലിൻ്റെ പ്രശ്നവും സ്വർണ്ണമോഷണത്തിൻ്റെ കേസൊക്കെ എടുത്തിടുകയാണ്. ഇതിനെല്ലാം ഇവിടുത്തെ വീട്ടുകാരിന് പോലീസ് കേസ് കൊടുത്തില്ലെങ്കിലും ഞാനിത് കേസ് കൊടുക്കും, എന്നിട്ട് നീയാണ് ഇതിൻ്റെ കുറ്റവാളിയെന്ന് അവർ തന്നെ കണ്ടുപിടിക്കട്ടെ. അപ്പം അനാമിക വെല്ലുവിളിക്കുന്നുണ്ട്, നിന്നെ ഇവിടെ നിറക്കുന്നുള്ള കാര്യമൊക്കെ. അപ്പം നവ്യ പറയും, നീ എന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കോ, പക്ഷെ ഞാനല്ല ഇറങ്ങാൻ പോകുന്നത്, നീയാണ്, ഞാൻ എന്തായാലും ഇത് കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്.